ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിക്കുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ ഈ സാധനം വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നാലോ. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച്, ഈ റോളർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന വലയും ചിലന്തി വല ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. എൻ്റെ വീട് 10-13 വർഷം പഴക്കമുള്ളതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ മിക്കുള്ള ദിവസം നമ്മൾ ഇന്ന് അടിച്ചാൽ നാളെ അതുപോലെ വല കാണും. മിക്കുള്ള വീടുകളിലും അങ്ങനെയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നന്നായിട്ട് തന്നെ ഈ ചിലന്തി വലയും ചിലന്തിയൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഈ രൂപത്തിൽ നമുക്ക് ഉരുട്ടുമ്പോൾ നമ്മുടെ ചിലന്തി വല എല്ലാം ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ചിലന്തിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ താഴെ വീഴും കേട്ടോ. ചത്ത് വീഴുന്നതുണ്ട്, അല്ലാതെ ചാവാതെയും ഒരുപാട് ഇങ്ങനെ വീഴുന്നതുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഇത് ഭിത്തി പിന്നെ ഇതിൻ്റെ വലയെല്ലാം ഭിത്തിയിൽ പിടിച്ചിരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഫാനിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും. കാരണം ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഫാനിൻ്റെ ലീഫിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ആ ലീഫൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. അതിനുശേഷം അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഇതുപോലെയൊക്കെ ലീഫൊക്കെ നല്ല ക്ലിയറായിട്ട് വൃത്തിയായി കിട്ടുന്നുണ്ട്. ഞാൻ ഇത് വെച്ച് അടിച്ചപ്പോൾ എല്ലാ ചിലന്തി വലയും കണ്ട് ഇങ്ങനെ വന്ന് മൊത്തം തറയിൽ വീണിട്ടുണ്ട് കേട്ടോ. ചിലന്തി വലയായിട്ട് മൊത്തം തറയിൽ വീണിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ച് അവസാനം ഇതുപോലെ കൂട് പിടിച്ച് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുണ്ടല്ലോ, അതും നമുക്ക് ഇതുപോലെ ജനലിലുള്ള വലകളെല്ലാം അടിച്ച് കളയാൻ, നല്ല ക്ലിയറായിട്ട് അടിച്ച് കളയാൻ പറ്റും കേട്ടോ. ഇതൊന്ന് പിരിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരു അല്പസമയം മെനക്കെട്ട് ഇതിൻ്റെ കൂട് പിടിച്ച ഈ ചൂലിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം കൂട് പിടിച്ചിരിക്കുക, അതെല്ലാം നമുക്കൊന്ന് പിന്നിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ല രീതിയിൽ തന്നെ വലയും ചിലന്തി വലയും എല്ലാം അടിച്ച് കളയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാണോ ഇത്ര വലിയ സംഭവമെന്ന്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ.